ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചേലക്കരയിൽ മുന്നണികളുടെ ചങ്കിടി പേറുകയാണ്. ബൂത്തുതല കണക്കിലും അമിത പ്രതീക്ഷയ്ക്ക് ആർക്കും വകയില്ല. ഇതുവരെ കാണാത്ത അതിശക്തമായ മത്സരമാണ് ഇക്കുറി ചേലക്കരയിലും നടന്നത്. ചേലക്കരയിൽ ആകെ പോൾ ചെയ്തത് 72.77% വോട്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ 4% കുറവ്. ഈ 4%-ത്തിലാണ് മുന്നണികളുടെ നെഞ്ചിടിപ്പ്. അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ കഷ്ടിച്ചു കയറിക്കൂടാമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം LDF നിലനിർത്തിയത് 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇക്കുറി അതിനോടടുക്കാനാവില്ല. 10,000 മുതൽ 15,000 വരെ മാത്രമാണ് പ്രതീക്ഷ. ആത്മവിശ്വാസത്തിനപ്പുറം ജാഗ്രത കുറവുണ്ടായെന്നാണ് മുന്നണിയിലെ തന്നെ വിമർശനം. പോളിംഗ് ദിവസം വരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു UDF. എന്നാൽ തെരഞ്ഞെടുപ്പാനന്തര വിലയിരുത്തലുകളിൽ അത്ര ഹാപ്പിയല്ല UDF ക്യാമ്പ്. 3,000 മുതൽ 5,000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാമെന്നാണ് പ്രതീക്ഷ. എല്ലാ നേതാക്കളും ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചെങ്കിലും സ്ഥാനാർത്ഥിക്ക് പല മേഖലകളിലും സ്വീകാര്യത ലഭിച്ചില്ലെന്നാണ് വിമർശനം. പുതുതായി ചേർക്കപ്പെട്ട 9,000 വോട്ടുകളിൽ 5,000-ന് മുകളിൽ വോട്ടുകൾ രമ്യ ഹരിദാസ് നേടുമെന്നും അവകാശവാദം. 30,000-ത്തോളം വോട്ടുകൾ സമാഹരിച്ച് വെല്ലുവിളി സൃഷ്ടിക്കാമെന്നാണ് NDA കരുതുന്നത്. 3%-ത്തോളം വോട്ട് DMK പിന്തുണയുള്ള NK സുധീർ നേടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു. 24 ചേലക്കര.